കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കാലഘട്ടം വൈക്കം സത്യാഗ്രഹവും ഗാന്ധിയുടെ ഇടപെടലുമാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ആ സംഭവമാണ് 1924 മാർച്ചിൽ തുടങ്ങി 1925 നവംബറിൽ അവസാനിക്കുന്ന ഈ വൈക്കം സത്യാഗ്രഹം. ഒന്ന്, ഇതുകൊണ്ട് ആകെ ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന് തന്നെയാണ്. ദേശീയ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും വലിയ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുകയും അതേസമയം ഡോക്ടർ ടി കെ രവീന്ദ്രൻ പറയുന്നത് പോലെ എവിടെ നിന്നാണോ അധസ്ഥിത ജനവിഭാഗം തുടങ്ങിയത് അതേ വരയിൽ തന്നെ അവർക്ക് 1925 നവംബർ ആകുമ്പോഴും നിൽക്കാൻ പറ്റി. മാത്രവുമല്ല എന്ന് പറഞ്ഞാൽ, ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന കേരളത്തിൽ, തിരുവിതാംകൂറിൽ വൈക്കത്തിന് മുമ്പും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. വൈക്കത്തിന് തൊട്ട് മുമ്പ് പൂത്തോട്ടം നടക്കുന്നുണ്ട്, അമ്പലപ്പുഴ നടക്കുന്നുണ്ട്, കണ്ണംകുളങ്ങര നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന ഈ സമരത്തിൻ്റെ, അതുപോലെ തന്നെ വൈക്കം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന സമരത്തെ വാസ്തവത്തിൽ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലും ഒക്കെ ഈ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ പറയുന്നത്. അല്ലാതെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം എന്നുള്ള രീതിയിലല്ല അത് അവതരിപ്പിക്കപ്പെട്ടത്. മിക്ക എഴുത്തുകാരും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഗതികളിലെല്ലാം തന്നെ അവർണർക്ക് ക്ഷേത്രപ്രവേശനം നടത്തുവാനുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് വൈക്കം സത്യാഗ്രഹം എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1922 നിസ്സഹരണ സമരം ചൗരി ചൗരിയെ തുടർന്ന് പരാജയപ്പെടുകയും ബർദോളിയിൽ വെച്ച് ചേരുന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അത് പിൻവലിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗാന്ധിജി പിന്നെയും കുറേ താമസിച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിസ്സഹരണ സമരം പിൻവലിക്കുകയുണ്ടായി. നിസ്സഹരണ സമരം പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസ്സിനകത്ത് തന്നെ പിളർപ്പുണ്ടാകും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പ്രോ ചേഞ്ചേഴ്സും നോ ചേഞ്ചേഴ്സും, ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചവരും ഇല്ല ഇത് ഗാന്ധിയുടെ പഴയ പരിപാടി എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ആളുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. സി ആർ ദാസ്, മോട്ടിലാൽ നെഹ്റു തുടങ്ങിയ ആളുകൾ ഗാന്ധിജിയുടെ ഈ നയപരിപാടികൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നവരാണ്. ഈ പശ്ചാത്തലത്തിലാണ് 1923 കോക്കിനാട കോൺഗ്രസ് നടക്കുന്നത്. മൗലാന മുഹമ്മദ് അലിയാണ്, അതായത് നിസ്സഹരണ സമരത്തിന് ആധാരമായ 2 ഇഷ്യൂ ആയിരുന്നു. ഒന്ന് ഖിലാഫത്തും ഒന്ന് ജാലിയൻ വാലാബാഗും. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കന്മാരായിരുന്നു അലി സഹോദരന്മാർ, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അതിൽ മുഹമ്മദ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും കോക്കിനാടയിൽ വെച്ചിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴേക്കും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ട്, നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. ഈ 23 ഡിസംബറിൽ നടക്കുന്ന കോക്കിനാട സമ്മേളനത്തിൽ മാധവൻ പങ്കെടുക്കുന്നുണ്ട്. ഈ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടിയിട്ടുള്ളൊരു പ്രമേയം അവതരിപ്പിക്കാൻ സർദാർ കെ എം പണിക്കരാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടു ചെല്ലുന്നത്.
വാസ്തവത്തിൽ ആ സമ്മേളനത്തിൽ വെച്ച് പ്രമേയം ഈ ടി കെ മാധവൻ തയ്യാറാക്കിയ പ്രമേയം അവതരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ പ്രോഗ്രാം കൂടി ചേർത്ത് കൊണ്ടുള്ള പ്രമേയം ആൻറ്റി അൺടച്ചബിലിറ്റി പ്രോഗ്രാമിനോടൊപ്പം തന്നെ അവർണർക്കുള്ള അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കാമെന്ന് പറയുന്ന ഒന്ന് ഈ കോക്കനാട സമ്മേളനത്തിന് പാസ്സാക്കുന്നതുകൊണ്ട് ഈ ടി കെ മാധവൻ തയ്യാറാക്കി പോകുന്ന പ്രമേയം അവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ മൗലാന മുഹമ്മദ് അലി ഈ ടി കെ മാധവൻ്റെ ഈ പ്രമേയത്തോടും ടി കെ മാധവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടും അനുഭാവപൂർവമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുക. അതിൻ്റെ ഈ ഉപകാരസ്മരണ എന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ സ്വന്തം മകന് പിന്നീട് ഡോക്ടർ ബാബു വിജയനാഥ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഡോക്ടർ അജയ് ശേഖർ പറഞ്ഞതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്നത്. അതാണ് പിന്നീട് ബാബു വിജയനാഥിന് 4 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ്, അപ്പോൾ ഇൻഫാക്റ്റ് ടി കെ മാധവൻ മരിച്ചിട്ടില്ല, മരിക്കുന്ന 1930 ഏപ്രിലാണ്. വന്നിട്ട് ഈ മൗലാന മുഹമ്മദ് അലി എന്നുള്ള പേര് മാറ്റി ബാബു വിജയനാഥ് എന്ന് മാറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ കാക്കനാടയിൽ നിന്നും മടങ്ങി വരുന്ന ടി കെ മാധവൻ അപ്പോഴേക്കും വലിയ ഗാന്ധി അനുയായിയായി മാറുകയും ദേശീയ പ്രസ്ഥാനത്തിലൂടെ ഈ സാമുദായികമായിട്ടുള്ള അസമത്വങ്ങൾ പരിഹരിച്ചെടുക്കാം, അതിൻ്റെ പ്രധാന ഭാഗമായിട്ട് ആണ് ഈ എന്താ പറയുന്നത്, ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അവർണർക്ക് കൂടി അനുവദിക്കണം. അതിന് മാധവന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെടുകയും സവർണ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അത്തരം അവകാശങ്ങൾ അനുഭവിക്കാതിരിക്കുകയും ചെയ്താൽ വലിയ തോതിൽ ഈഴവർ ഹിന്ദുക്കളല്ലാതായി മാറും എന്നുള്ള അടിസ്ഥാനം ഉള്ള ഒരു ഭീതി മാധവന് പിടികൂടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിന് തൊട്ടു മുമ്പൊക്കെ പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂറിൻ്റെ ഭാഗം വരുന്ന കരപ്പുറം ഈഴവ സമാജം, ചേർത്തല NR കൃഷ്ണൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ തിരുവിതാംകൂറിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നടക്കുന്ന നായർ ഈഴവ ലഹള, അതിന് 1905 മുതലേ അതിനൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. അതായത് കൊല്ലത്തെ വ്യാവസായിക പ്രദർശനം നടക്കുന്ന SNDP യോഗത്തിൻ്റെ 2ാം സമ്മേളനം ഉള്ള സമയം മുതൽക്കേ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അത് പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് പടനായർ, കുളങ്ങര, തിരുവിതാംകൂറിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ആല, ഹരിപ്പാട്, ഇങ്ങനെ പല ഭാഗങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഈ നായർ ഈഴവ ലഹള നടക്കുകയും അതിൽ നിന്നെല്ലാം പാഠം പഠിക്കുന്ന ഒരു കൂട്ടം പുരോഗമനച്ചുക്കളായ ചെറുപ്പക്കാരായ ആളുകൾ ഞങ്ങൾ ഹിന്ദുമതം വിട്ട് മറ്റ് മതങ്ങൾ സ്വീകരിക്കണമെന്നുള്ള അതിശക്തമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പൂഞ്ഞാർ സംഭവം, ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഹിന്ദു മതത്തിനകത്തുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്. ഇത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ്. കാരണം എന്താ പറയുന്നത്, നമ്മൾ ഒരു സാധനത്തെ വേറൊരു സാധനമാക്കി മാറ്റാൻ കഴിയുകയില്ല എന്നുള്ള യുക്തിപരമായ ചിന്തകൾക്കൊന്നും മാധവൻ വഴങ്ങിയില്ല. അതിന് കാരണമുണ്ട്. മാധവൻ്റെ ഈ കുടുംബ പശ്ചാത്തലവും അമ്മയുടെ കോമലെഴുത്ത് ഫാമിലിയും ഈ താന്നിയംകുന്നേൽ കുടുംബവുമൊക്കെ ഈ ഹിന്ദു മതത്തിൽ കാര്യമായ ആങ്കറേജ് ഉള്ള ഒരു കുടുംബമായിരുന്നു.
വൈക്കം ശിവക്ഷേത്രത്തിൽ ആലുമുട്ടിൽ ഫാമിലിക്ക് പോയി പങ്കെടുക്കാൻ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ പ്രാതൽ, അവിടുത്തെ നൈവേദ്യം കൊടുത്തയക്കുമായിരുന്നു ആലുമുട്ടിൽ ചാന്നാർക്ക്, സമ്പന്നരായതുകൊണ്ട്. ആ ഉപകാര സ്മരണ എന്നുള്ള നിലയിൽ ഒരു വലിയ വയലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ പ്രമുഖ കലാൽ കുത്തകക്കാർ, അതായത് അബ്കാരി കോൺട്രാക്ടറുമായിരുന്ന ആലുമുട്ടിൽ ചാന്നാരുടെ വരുമാനം കൊണ്ട് വാങ്ങിച്ച ഒരു വയലിന് വൈക്കത്ത് വയലെന്നാണ് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ പല നിലകളിലും ഈ ഹിന്ദു മതത്തിനോടുള്ളൊരു ആങ്കറേജ് ഈ ഫാമിലി കുടുംബപരമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വിഭാഗം ഹിന്ദു മതത്തിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ള അടിസ്ഥാനപരമായി അടിസ്ഥാനം ഉണ്ടായിരുന്ന ഒരു ആശങ്കയും ഭീതിയും ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് മാറ്റാൻ ടി കെ മാധവനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ 1924 മാർച്ച് മാസം ഈ സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഗാന്ധിജിയുടെ ഇടപെടൽ ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഈ ഇടപെടൽ നമ്മുടെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്ന ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന ഈ പറയുന്നത് പോലെ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ മൈലേജൊക്കെ കിട്ടുമായിരുന്നു എങ്കിലും ഒരു പക്ഷേ വേറൊരു രീതിയിലേക്ക് വികസിക്കുമായിരുന്ന. എന്തുകൊണ്ട് ഞാൻ പറയുന്നു? ഇപ്പോൾ സിഖുകാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പങ്കാളിത്തം കൊണ്ട്, ജോർജ് ജോസഫിൻ്റെയും അകാലികളുടെയും ഒക്കെ പങ്കാളിത്തം കൊണ്ട് ഒരുപക്ഷെ മറ്റൊരു ദിശയിലേക്ക് പോകുമായിരുന്ന ഈ സത്യാഗ്രഹത്തെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ തന്നെ തളച്ചിടാനും മുന്നോട്ട് കൊണ്ടുപോകാനും ദേശീയ പ്രസ്ഥാനത്തിന് വലിയ മൈലേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ദേശീയ പ്രസ്ഥാനം എന്നും പറയുന്നൊരു കാര്യമാണ്, ഈ ഇന്ത്യയിൽ തന്നെ ഈ നവോത്ഥാന ചരിത്രത്തിൽ ഈ വൈക്കം സത്യാഗ്രഹം ഒരു തിളങ്ങുന്ന അധ്യായമായി മാറുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവരുടെ അജണ്ട കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ ടി കെ രവീന്ദ്രൻ്റെ ഗാന്ധി ആൻഡ് വൈക്കം സത്യാഗ്രഹത്തിൽ ഇണ്ടന്തുരുത്തിൽ നമ്പ്യാതിരി, നീലകണ്ഠൻ നമ്പ്യാതിരിയുമായിട്ട് 2-2.5 മണിക്കൂർ നടത്തുന്ന ദീർഘമായ സംഭാഷണം മുഴുവൻ നിങ്ങൾ കേട്ടാൽ മതി. മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭാഷണമാണ്, റെക്കോർഡ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഗാന്ധി ഇണ്ടന്തുരുത്തിൽ നീലകണ്ഠൻ നമ്പ്യാതിരിയോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഈ ഈഴവർക്ക് കൂടി നടക്കാൻ, ഈഴവർക്ക് താഴെയുള്ള ജാതികൾക്ക് കൂടെ നടക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തൂടെ? ഗാന്ധി എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഗാന്ധി മുജ്ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സനാതന ഹിന്ദുവായ ഗാന്ധി പറഞ്ഞു, അതെ, ഞാൻ മുജ്ജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മുജ്ജന്മത്തിൽ ഈ പട്ടിയും പൂച്ചയെക്കാളും നികൃഷ്ടരായ ജന്മങ്ങളായിരുന്നത് കൊണ്ടാണ് ഇവർക്ക് നടക്കാൻ അനുവദിക്കാത്തത്. ഗാന്ധിജി പല ഹിന്ദു മത വേദഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിക്കുകയുണ്ടായി. ഈക്വലി വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായിരുന്ന ഇണ്ടന്തുരുത്തിൽ നീലകണ്ഠൻ നമ്പ്യാതിരിയും ഉദ്ധരിക്കുന്നുണ്ട്. ഞങ്ങൾ ശങ്കരസ്മൃതിയും തന്ത്രസമുച്ചയവുമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഗാന്ധി പറയുന്ന സൂക്തങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വേദഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നതിന് ഈക്വലായിട്ട് തന്നെ ഇണ്ടന്തുരുത്തിലും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാന്ധി വൈശ്യനായതുകൊണ്ട് ഗാന്ധിയെ മനയിൽ കയറ്റിയില്ല, ഔട്ട് ഹൗസിലിരുത്തിയാണ് സംസാരിച്ചത്. അതിനൊന്നും ഗാന്ധിക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഞാൻ 3ാം വർണ്ണമായ വൈശ്യനായതുകൊണ്ടാണ് കയറ്റാത്തത് എന്നുള്ളത് ഗാന്ധി ഇൻറ്റേണലൈസ് ചെയ്തിരുന്നുകൊണ്ട്, വൈശ്യൻ്റെ സ്ഥാനം ഗാന്ധി ഇൻറ്റേണലൈസ് ചെയ്യുന്നുണ്ട്, ഗാന്ധിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു.
അപ്പോഴേക്കും മനസ്സിലാക്കണം, ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു ഡെമി ഗോഡസിൻ്റെ സ്റ്റേറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞ ഗാന്ധിയാണ്. ഗാന്ധി ഒന്ന് കൈഞ്ഞൊടിച്ചാൽ 10,000-കണക്കിന് ആളുകൾ വന്നുകൂടുമായിരുന്നു. ഗാന്ധിയുടെ കോൾ കൊണ്ടാണ് ഈ ചൗരി ചൗരയിൽ ആളുകൾ പോയി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. പല പല സത്യാഗ്രഹങ്ങളിലും സത്യാഗ്രഹികൾ അടികൊണ്ട് ഈ രക്തക്കട്ടകളായിട്ട് നിലം പതിക്കുമ്പോഴും ഒന്നും സംഭവിക്കില്ല. ഗാന്ധിയുടെ ആഹ്വാനം മുഖാന്തരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഗാന്ധി പറയുന്നത് കൊണ്ട് ഞങ്ങളിവിടെ വന്നു, അതുകൊണ്ട് പോലീസുകാരൻ ലാത്തിക്ക് അടിച്ച് തല പൊട്ടിയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം വരെ സത്യാഗ്രഹികൾക്കുണ്ടായിരുന്നു. അത്തരം സ്റ്റാച്ചറിലുള്ള ഗാന്ധിയെയാണ് ഇണ്ടന്തുരത്തിൽ ഔട്ട് ഹൗസിലിരുത്തിയത്. ഗാന്ധിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഗാന്ധി സനാതന മൂല്യങ്ങളെ ഓൾവേസ് മുറുകെ പിടിച്ചിരുന്ന ആളായതുകൊണ്ട് ഗാന്ധിക്ക് അതിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും തോന്നിയില്ല. ഈ സംഭാഷണങ്ങൾ ഉടനീളം ശ്രദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാകും. നോക്കൂ, ഒരു എന്താ പറയുന്നത്, നമ്മളെ ഒരു നഴ്സറി വിദ്യാർത്ഥി ഒരു അധ്യാപകൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നത് പോലെ ഗാന്ധിജി സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇണ്ടന്തുരുത്തിൽ നമ്പ്യാതിരിയുടെ ചോദ്യങ്ങൾക്കോ നമ്പ്യാതിരി ഉദ്ധരിച്ച ഗ്രന്ഥങ്ങൾക്ക് മറുപടിയായി ഗാന്ധിക്ക് ഇത് സ്ഥാപിക്കുവാനോ സാധ്യമേ അല്ല. അതുപോലെ തന്നെ പിന്നീട് വരുന്ന രാജഗോപാലാചാരി, അദ്ദേഹം വൈക്കത്ത് നടത്തുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം തന്നെ ജോർജ് ജോസഫിനെ ഒഴിവാക്കുന്ന ഗാന്ധിജി. ഇവിടെ ഈ വൈക്കം സത്യാഗ്രഹം നടത്തുമ്പോൾ ഈ ആൻറ്റി അൺടച്ചബിലിറ്റി കമ്മിറ്റിയാണ്, KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അയിത്തോച്ചാടനം നടത്തുന്ന കമ്മിറ്റിയാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തുവാനായിട്ട് ഒരു ബ്രാഹ്മണ പുരോഹിതനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ അയിത്തം ആചരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും ഈ സത്യാഗ്രഹ പന്തലിൽ സത്യാഗ്രഹികൾക്ക് വേണ്ടിയിട്ട് നടത്തുമായിരുന്നു. പക്ഷെ അവിടെ 2 കിച്ചൺ ഉണ്ടായിരുന്നു. ഈ പ്രഭാഷണം നടത്തുന്ന ബ്രാഹ്മണനായിട്ടുള്ള ആളിന് വേറൊരു പാചകപ്പുരയും വേറൊരു പാചകവും സത്യാഗ്രഹികൾക്ക് വേറൊരു പാചകപ്പുരയും. അകാലികാർ നടത്തിയ ലങ്കാറിൽ നിന്നല്ല ഈ പൂജാരിക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്തൊരു വിരോധാഭാസമായിരുന്നു കാണണം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിനകത്ത് നാഷണലിസ്റ്റ് അജണ്ടയെ കൃത്യമായി ഈ സ്ഥാപിച്ചെടുക്കുന്ന ഒരു നടപടിക്രമമായിരുന്നു ഓളെല്ലാം ഉണ്ടായിരുന്നത്. അവസാനം നമുക്കറിയാവുന്നതുപോലെ എവിടെ നിന്നാണ് തുടങ്ങിയത്, നിസ്സാരമായ എന്തോ ചില ഇളവുകൾ മാത്രമാണ് അനുവദിച്ചത്. സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയറിയാം. ഈ പോലീസ് കമ്മീഷണറും ഗാന്ധിജിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ നടത്തിയ ആ ഉടമ്പടികളിൽ എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന് ആധാരമായി ഉന്നയിച്ച സത്യാഗ്രഹത്തിൻ്റെ പ്രശ്നം അവസാനം എവിടെയാണ് നിന്നത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ നാഷണലിസ്റ്റ് ഇടപാട് വളരെ, അപ്പോൾ ഏറ്റവും പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയത്തെ സ്ഥാപിച്ചെടുക്കുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായ പങ്കാണ് ഈ 1.5 വർഷം നീണ്ടു നിന്ന ഈ സത്യാഗ്രഹത്തിലൂടെ സംഭവിച്ചത്. അത് അവർക്ക് നേടിയെടുക്കാനും നാഷണലിസ്റ്റ് അജണ്ട നേടിയെടുക്കാനും പറ്റി. ഈ സത്യാഗ്രഹത്തിലൂടെ സംഭവിച്ചത് വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഈഴവരുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനെതിരായിട്ടുമൊക്കെ TK മാധവൻ നിരന്തരം പത്രങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുവാനും സ്വന്തം പത്രത്തിലൂടെ ഈഴവർ കഴുങ്കുകളൊന്നും ചെയ്യരുത്, ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്ന് നമുക്ക് സാമുദായികമായ ലക്ഷ്യം നേടിയെടുക്കണം, സാമൂഹ്യ വിമോചനം നേടിയെടുക്കുവാൻ ഇതിനപ്പുറം മറ്റൊന്നില്ല എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പലതരത്തിലുള്ള റബൽ ആയിട്ടുള്ള വോയിസസുകളെയും ഡിസൻറ്റുകളെയും എല്ലാം. ഇതിന് വാസ്തവത്തിൽ നാരായണഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നാരായണഗുരു ഇക്കാര്യത്തിൽ അതിഖണ്ഡിതമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. തുടക്കം മുതലേ ഹിന്ദു മതത്തിനെതിരായി നടത്തുന്ന സഹോദരൻ അയ്യപ്പനുമായിട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണം തന്നെയുണ്ട്. അതിൽ കോട്ടുകോയിക്കൽ വേലായുധൻ ദൃക്സാക്ഷിയാണ്. അടുത്ത ദിവസത്തെ
അടുത്ത ആഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിൽ ആ സംഭാഷണം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ള താത്വികമായിട്ട് സൈദ്ധാന്തികമായിട്ട് പിന്നെ ചിന്താപരമായിട്ട് അതിനെതിരെയുള്ള കലാപം നാരായണഗുരു അങ്ങേറ്റം ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എങ്കിലും ഈ ദൈനംദിന ഈ സാമൂഹിക ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു കർക്കശമായ നിലപാട് സ്വീകരിക്കാതിരുന്നതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ നിഴലിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള ബ്രാഹ്മണിക് മൂല്യങ്ങൾക്കും വേദാന്ത സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഉയർത്തിയ കലാപത്തിൻ്റെ ഏറ്റവും മീനിങ് ആയിട്ടുള്ള അർത്ഥത്തെ നിഷേധിച്ചുകൊണ്ടല്ലേ പറയണത്. അതിൻ്റേതായ സ്ഥാനം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഈ ദൈനംദിന ഈ സംഗതികളിൽ അദ്ദേഹം ഈ ഖണ്ഡിതമായ നിലപാട് സ്വീകരിക്കാതിരുന്നതും ഇത്തരത്തിലുള്ളൊരു വ്യതിയാനത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. നാരായണഗുരുവിൻ്റെ ആഹ്വാനത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച യങ് ഇന്ത്യയിൽ വ്യാഖ്യാനിച്ച ഗാന്ധിജി അത്രയും നമുക്ക് സമാനമായിട്ടുള്ള ധാരാളം സംഗതികൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പലപ്പോഴും ഇതേപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ ഒരിക്കൽ പോലും ആ രീതിയിൽ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു നിലപാട് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുമ്പോഴും അദൃശ്യനായി മാറി നിന്ന് അതിനെ നിയന്ത്രിക്കുമ്പോഴും ഗാന്ധി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് കാരണമുണ്ട്. ഈ ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദു സനാതന ധർമ്മം എന്ന പൂർണ്ണമായും വിശ്വസിക്കുകയും ആചരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഹരിജനോദ്ധാരണ പ്രവർത്തനം നടക്കുന്ന ഗാന്ധിജിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള സെറ്റ് ബാക്സ് വരുന്നത്, അപ്പം മാത്രമാണ് അദ്ദേഹം തുടർന്ന് ഈ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ കോളായിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നടന്ന ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം നടത്തുന്ന ഈ നിസ്സഹകരണ സമരം. ഈ നിസ്സഹകരണ സമരം നടത്തുന്നതിന് ആധാരമായി വന്ന ഇത് ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. ആധാരമായി വന്ന ഈ ജാലിയൻവാല ബാഗും ഖിലാഫത്തും കൂട്ടിക്കുഴയ്ക്കരുത്, ഒന്നൊരു മതപരമായ ഇഷ്യൂ ആണ്, അഖില ലോക തലത്തിലുള്ള മുസ്ലിങ്ങളുടെ വിഷയമാണ്, ഖിലാഫത്തിനെ ഡിസ്മെമ്പർ ചെയ്യുന്നതാണ്, അതൊരു റിലീജിയസ് ഇഷ്യൂ ആണ്, ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെച്ച് അവരെ കൊല്ലുന്ന ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഭീഭത്സമായ ക്രൂരമായ നടപടിയാണ്, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇത് രണ്ടിനെയും കൂടെ ടാഗ് ചെയ്തിട്ട് നിങ്ങളൊരു സമരം നടത്താൻ പാടില്ല എന്ന് ഗാന്ധിജിയെ പലപ്പോഴും പലരും വാൺ ചെയ്തു. കൽക്കട്ടയിൽ നടക്കുന്ന സ്പെഷ്യൽ സെഷനിലും പിന്നീട് നടക്കുന്ന നാഗ്പൂരിലെ സമ്മേളനത്തിലും CR ദാസ്, മോട്ടിലാൽ നെഹ്റു, ജിന്ന ഒരു ശക്തമായി എതിർക്കുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് ഭൂരിപക്ഷം പ്രതിനിധികളും ഗാന്ധിജിക്ക് അനുകൂലമായതുകൊണ്ട് പ്രമേയം പാസ്സാവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരങ്ങളിലെല്ലാം തന്നെ അദൃശ്യമായ ഈ സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. ഹരിജനോ ഉദ്ധാരണം നടക്കുമ്പോൾ പോലും ഗാന്ധിജി ഒരിക്കൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്താ പറയുന്നത്, ഈ ഹരിജനങ്ങളുടെ വീടുകളിൽ നിന്ന് അദ്ദേഹം കുക്ക്ഡ് ഫുഡ്, പാചകം ചെയ്ത ഭക്ഷണം, പാലും പൂവും ഒക്കെ സ്വീകരിച്ചിരുന്നു, കുക്ക്ഡ് ഫുഡ് അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹരിജനോദ്ധാരണത്തിൻ്റെ ഈ ആൻറ്റി അൺടച്ചബിലിറ്റിയുടെ പൊളിറ്റിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പൊളിറ്റിക്കൽ സെറ്റ് ബാക്സ്, പിന്നീട് നടക്കുന്ന ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനകത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക്, ഈ പരാജയങ്ങളിലെല്ലാം തന്നെ തുടർന്ന് ഗാന്ധിജി ലോഞ്ച് ചെയ്യുന്ന പരിപാടികളാണ് ഈ ഹരിജനോദ്ധാരണം. ഒരു പക്ഷേ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവും
ഗാന്ധി ഉദ്ദേശിച്ചതുപോലെ വികസിച്ച് ആ രീതിയിലാണ് സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ഹരിജനങ്ങളുടെ ഉദ്ധാരണം ഒരു ഇഷ്യൂവേ ആകുമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമുക്ക് അപ്പോൾ ലാർജറായിട്ടുള്ള ഈ ഹിസ്റ്ററിസൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന്. ആ അടിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ട് ഗാന്ധിജിക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ, മറിച്ച് ഒന്ന് സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. ഇത്തരത്തിലുള്ള അനേകം വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഗാന്ധിജിയിൽ കാണുവാൻ കഴിയും. അൾട്ടിമേറ്റായിട്ട് അത് സനാതന ഹിന്ദു ധർമ്മത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും അതിനകത്ത് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നായകന്മാരുമായിട്ട് അദ്ദേഹത്തിന് എന്താ പറയുന്നത് കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ചേരാനോ കഴിയാത്ത സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ശരിയാണ്.